നമ്മുടെ ഇരവിപുരം മാർക്കറ്റിൻ്റെ അടുത്ത് മൺചട്ടി പഴങ്കഞ്ഞി കട ആരംഭിച്ച വിവരം എല്ലാവരെയും സസന്തോഷം അറിയിക്കുകയാണ്. ഇരവിപുരം മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഡേസ് ചേച്ചിയുടെ വീട് തന്നെയാണത്. അപ്പോൾ അവരുടെ വീട്ടിലെ ആ ഷോപ്പിൽ തന്നെയാണ് അവർ മൂന്നുപേരും കൂടെ ചേർന്നാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. എന്നെയും വിജയൻ ഡേസി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ അവിടെ രാവിലെ ഒരുങ്ങി ചമഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതേ അച്ഛനും എത്തിയിട്ടുണ്ട്. അച്ഛൻ വന്ന് ആശീർവദിച്ച് കട ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്വീറ്റ്സും സ്നാക്സും ഒക്കെ അവർ വിളമ്പിയിട്ടുണ്ട്. ഇവർ മൂന്നുപേരും കൂടെ ചേർന്നാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അച്ഛൻ തിരി കൊളുത്തി അവരുടെ മൂന്നുപേരുടെയും കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഐശ്വര്യമായിട്ട് മൂന്നാളും കൂടെ അതേ കടയിലേക്ക് കയറുകയാണ്. എന്തായാലും നല്ലൊരു ഹോട്ടലായി ഇത് മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. അച്ഛൻ റിബൺ കട്ട് ചെയ്തതിന് ശേഷം ഇവർ മൂന്നുപേരും കൂടെ നേരെ ഹോട്ടലിനുള്ളിലേക്ക് കയറി തിരിയൊക്കെ വെച്ച് വീണ്ടും ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛൻ ആ ഹോട്ടലും എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം പിന്നെ അതേ സ്നാക്സ് ഒക്കെ കൊണ്ടുവരലായി. സ്നാക്സും ഒക്കെ എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റത്തിലേക്ക് ശ്രദ്ധ പോയത്. എന്തായാലും നേരത്തെ ഫ്ലെക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നും കൂടെ ഞാൻ എടുത്ത് പറയാം, പഴങ്കഞ്ഞി പ്രിയരുണ്ടെങ്കിൽ നേരെ വണ്ടി എടുത്തത് നമ്മുടെ ഇരവിപുരം മാർക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് വന്നു. പഴങ്കഞ്ഞിയും കപ്പയും ഉണക്കമീനും അച്ചാറും തൈരും പച്ചമുളകും ഉള്ളിയും നല്ല മുളകും എല്ലാം കൂടെ ഇട്ട് രാവിലെ തന്നെ ഒന്ന് പിടിക്കാൻ പറ്റും. രാജീവണ്ണൻ അവിടെ നിന്ന് കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നേരത്തെ മൊബൈലും കൊണ്ടുപോയി ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരെയും ഒന്നും കൊതിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷേ കഴിക്കുന്ന കണ്ടപ്പോഴും ഞങ്ങൾക്ക് തന്നെ വായിൽ വെള്ളം ഊറിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പഴങ്കഞ്ഞി മാത്രമല്ല കഞ്ഞിയും കറിയും ഉണ്ട്, ദോശ സാമ്പാർ ഇഡ്ഡലി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി, കപ്പയും പോട്ടിയും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ഇരവിപുരത്ത് മറ്റെവിടെയും ഞാൻ കേട്ടിട്ടില്ല. എന്നാലും ഓടിതേ ഇവിടേക്ക് വരാം. കപ്പയും പോട്ടിക്കും അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കഴിക്കാൻ പറ്റുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഇവരുടെ പുതിയ സംരംഭത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് ഇതേ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങളും കട്ട സപ്പോർട്ട് കൊടുക്കത്തില്ലേ? എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.